ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 21-ാം വാക്യം വായിക്കപ്പെടുന്നത് ശ്രദ്ധിക്കുക. ആ നാഴികയിൽ അവൻ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ചു പറഞ്ഞത്, പിതാവേ, സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളവേ, നീ ഇവ ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയത് കൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു. അതേ പിതാവേ, ഇങ്ങനെ നിനക്ക് പ്രസാദം തോന്നിയല്ലോ. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും പറഞ്ഞേ സ്തോത്രം. കർത്താവിന് തൃപ്തി വരുത്തുക. ഉറക്കെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അടുത്തത് നമ്മൾ വായിക്കാൻ പോകുന്നത് എഫേസ് ലേഖനം 5-ാം അധ്യായം 9-ാം വാക്യം. എഫേസ് ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വചനം വായിക്കപ്പെടുന്നത് ശ്രദ്ധിക്കുക. കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവീൻ. ഇനി എല്ലാവരും ഇങ്ങനെ എന്ന് പറഞ്ഞ് കർത്താവിനെ പ്രസാദിപ്പിക്കുക. ആമേൻ. ഇന്നത്തെ വചനത്തിന് ഒരു ടൈറ്റിൽ കൊടുക്കുകയാണെങ്കിൽ, കർത്താവ് തൃപ്തി അടയട്ടെ, നിന്നിൽ പ്രസാദിക്കട്ടെ. ആമേൻ. നമ്മൾ മുഖേന കർത്താവിന് തൃപ്തി ഉണ്ടാകണം, പ്രസാദം ഉണ്ടാകണം. ഇത് നമ്മൾ മാറ്റം എന്താണെന്ന് ചില വാക്യങ്ങൾ വായിക്കുമ്പോൾ പറയുമ്പോൾ ഏവർക്കും മനസ്സിലാവും. ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ എല്ലാവരിലും പ്രസാദിക്കുന്നില്ല. ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും കർത്താവ് സ്നേഹിക്കുന്നുണ്ട്. നമ്മളെ മാത്രമല്ല, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം തൻ്റെ ഏകപുത്രനെ യാഗമായി നൽകുവാൻ തക്കോണം മുഴുവൻ ലോകത്തെയും അത്രയ്ക്ക് സ്നേഹിച്ചു. ലോകത്തിൽ നിന്നുള്ള 800 കോടിയിൽ പരം ജനങ്ങളെയും കർത്താവ് സ്നേഹിക്കുന്നു. ആ 800 കോടിയിൽ പരം ജനങ്ങൾക്ക് വേണ്ടി സ്നേഹത്തിൻ്റെ അടയാളമായി വേർ ദർ ഇസ് ലവ് ദർ ഇസ് എ ഗിവിങ്. സ്തോത്രം. ആർ സ്നേഹിക്കുന്നുണ്ടോ നമ്മൾ നൽകിയിരിക്കും. സ്നേഹത്തിൻ്റെ കൂടെ ഒരു ഗിവിങ് ഉണ്ട്. ആമേൻ. ദൈവം ലോകത്തെ സ്നേഹിച്ചുകൊണ്ട് ദൈവത്തിന് ഏറ്റവും വിലപ്പെട്ട തൻ്റെ ഏകജാതനായ പുത്രനെ ലോകത്തിന് വേണ്ടി യാഗമായി തിരുവാൻ നൽകി. യേശു നമ്മെ സ്നേഹിച്ചതുകൊണ്ട് യേശു എന്ത് ചെയ്തു? തൻ്റെ ജീവനെ ബലിദാനമാക്കി. ആമേൻ. സ്നേഹം എന്ന് പറയുന്നത് ഐ ലവ് യു എന്ന് പറയുന്നതല്ല. പല ഐ ലവ് യുവും ആ ലവ് യു എന്ന് പറയുന്ന പല വാക്കുകളും സ്നേഹമല്ല, ഇഷ്ടമാണ്. ഇന്ന് ഫേസ്ബുക്കിലുമല്ല ഏറ്റവും കൂടുതലുള്ളൊരു സാധനമാണ് ഇഷ്ടം. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, ഇങ്ങനെ കാണിച്ച ഇഷ്ടം എന്ന് പറഞ്ഞാൽ ആ ഇഷ്ടമെന്ന് പറയുന്നത് ആക്ച്വലി മറ്റേ ആളോടുള്ള സ്നേഹമല്ല, എൻ്റെ ആഗ്രഹങ്ങളാണ് ഇഷ്ടം എന്ന് പറയുന്നത്. ഒരു വിവാഹം ആലോചിക്കുമ്പോൾ ആ ആലോചനയിൽ ഇഷ്ടപ്പെട്ടോ എന്നാണ് ചോദിക്കുന്നത്. എന്താ ഇഷ്ടപ്പെടേണ്ടത്? സൗന്ദര്യം ഇഷ്ടപ്പെടണം, പ്രായം ഇഷ്ടപ്പെടണം, സോഷ്യൽ സ്റ്റാൻഡേർഡ് ഇഷ്ടപ്പെടണം, ജോലി ഇഷ്ടപ്പെടണം, ഡിഗ്രി ഇഷ്ടപ്പെടണം, നിറം ഇഷ്ടപ്പെടണം. അങ്ങനെ ഇഷ്ടമെന്ന് പറഞ്ഞാൽ എൻ്റെ താല്പര്യം എന്നാണ് അതിൻ്റെ അർത്ഥം. എന്താണ് ഇഷ്ടം? പ്രൈസ് ദി ലോർഡ്. സ്നേഹമെന്ന് പറഞ്ഞാൽ നിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി എൻ്റെ താല്പര്യം വെടിയുന്നു. എൻ്റെ വിവാഹ ശുശ്രൂഷകളിൽ ഇത് കുറച്ച് വ്യക്തമാകാൻ ഞാൻ പ്രസംഗിക്കുമ്പോൾ ഒരു ഉദാഹരണം പറയാറുണ്ട്. ചെറുക്കനും പെണ്ണും ഇരിക്കുകയാണല്ലോ ഈ വേദിയിൽ. ഇരിക്കുമ്പോൾ അവരെ ചൂണ്ടിക്കൊണ്ട് പറയും, ഇന്ന് വരെ നിങ്ങൾക്കുണ്ടായിരുന്നത് ഇഷ്ടമാണ്, ഇന്ന് തുടങ്ങുന്നതാണ് സ്നേഹം. പ്രൈസ് ദി ലോർഡ്. ഇഷ്ടം എന്ന് പറഞ്ഞാൽ എൻ്റെ താല്പര്യം എന്നാ, സ്നേഹം എന്ന് പറഞ്ഞാൽ നിന്റെ താല്പര്യത്തിന് വേണ്ടി എൻ്റെ താല്പര്യങ്ങൾ വെടിയുമെന്ന്. ഹല്ലേലൂയ. സ്നേഹം എന്ന് പറയുന്ന ഒരു ത്യാഗമാണ്. സ്നേഹം എന്ന് പറയുന്ന ഒരു സാക്രിഫൈസാണ്. സ്നേഹം എന്ന് പറയുന്നത് നമ്മുടെ കാര്യം ഇല്ലാതാക്കുന്നതാണ്. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ആമേൻ. അപ്പോൾ ആ ആൺകുട്ടിയോടും പെൺകുട്ടിയോടും ഞാൻ പറയും, ഓക്കെ, ഇന്ന് വരെ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, ഒരു പ്രാവശ്യം കൂടെ ഞങ്ങൾ ചോദിക്കും സമ്മതമാണോ, ഇഷ്ടപ്പെട്ടോ, എന്നിട്ടേ കെട്ടിക്കത്തുള്ളൂ എന്ന് പറയും. പക്ഷേ ഇന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ ഈ മോൾ ഉണ്ടാക്കി തരുന്ന ചായ അത് മോൻ ഉദ്ദേശിച്ച പോലെ അത്ര ഇഷ്ടപ്പെട്ടില്ലെന്നിരിക്കട്ടെ, അതിന് ചവർപ്പാണെന്നിരിക്കട്ടെ, അല്ല എന്തെങ്കിലും ആയിരിക്കട്ടെ. അപ്പോൾ അല്ലെങ്കിൽ ആ മോളുടെ രീതി അനുസരിച്ച് ആ ചായ ഉണ്ടാക്കിയെന്നിരിക്കട്ടെ. ഉടനെ മോൻ പറയാണ്, ഇതെന്തോ ചായയാടി, എൻ്റെ ജീവിതത്തിൽ ഇത്രയും കൊള്ളരുതാത്ത ചായ കുടിച്ചിട്ടില്ല എന്നെല്ലാം പറഞ്ഞാൽ കുടുംബജീവിതത്തിൻ്റെ താളപ്പുഴ ഇന്ന് തുടങ്ങുമെന്ന് പറയും. എന്നാൽ അതിന് പകരം അത് ആ മോളുടെ താല്പര്യത്തിൽ ആ ചായ വന്നെങ്കിൽ ഒരു പാട്ട് പാടിയേക്കാൻ പറയും. വിശ്വാസിയാണല്ലോ. ആ താടിയലോട്ട് പിടിച്ചിട്ട് പറയണം, എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയേ,
നിന്റെ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. അതാ സ്നേഹം. എൻ്റെ ഇഷ്ടങ്ങൾ. അതാണ് എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണമെന്ന് പറയുമ്പോൾ എന്നിട്ട് പറയാണ്, ക്രിസ്തു സഭയാകുന്ന തൻ്റെ മണവാട്ടിക്ക് വേണ്ടി ഹി സാക്രിഫൈസ്ഡ് ഓൺ ദ ക്രോസ്. തൻ്റെ ജീവൻ എന്ത് ചെയ്തു? സാക്രിഫൈസ് ചെയ്തു. അതാണ് ലവ്. ലവ് ഈസ് സാക്രിഫൈസ്. അതേ സ്നേഹം ഭാര്യയിൽ വ്യാപരിക്കുന്നതാണ് സബ്മിസീവ്നെസ്. അവനോടുള്ള ആ സ്നേഹത്തിൽ, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ ഒരു ഭാര്യ ഭർത്താവിന് അടിമയല്ല. പക്ഷേ ദൈവം വെച്ച വ്യവസ്ഥയിൽ സബ്മിസീവ് ആകുന്നത് ഒരു സാക്രിഫൈസാണ്. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. പുതിയ നിയമത്തിൽ അല്ലെങ്കിൽ ക്രിസ്തുവിൽ, ക്രിസ്തീയ വിശ്വാസത്തിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആർ ഈക്വൽ. ക്രിസ്തുവിൽ സ്ത്രീ എന്നും പുരുഷനും മാറ്റമില്ല, തുല്യരാണ്. എന്നാൽ ഇന്ന് ഈ ശുശ്രൂഷ ഒരാൾ നേതൃത്വം കൊടുക്കണ്ടേ? എല്ലാ പാസ്റ്റർമാരും കൂടെ കയറി മൈക്കെടുത്താൽ നടക്കുമോ? 140 MLA-മാരുണ്ടെങ്കിലും ഒരാൾ സ്പീക്കറാകണ്ടേ? എല്ലാവരും തുല്യരാണെങ്കിലും, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് തുല്യരാണെങ്കിലും പിതാവാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ്. എന്നതുപോലെ ദൈവം കുടുംബജീവിതത്തിൽ ഹെഡ്ഷിപ്പ് കൊടുത്തിരിക്കുന്ന ഭർത്താവിന്. ആമേൻ. ഒരു കമ്പനിയാണെങ്കിൽ ഒരാളതിനെ ലീഡ് ചെയ്യണ്ടേ എന്നതുപോലെ. അല്ലാതെ ആ കമ്പനിയുടെ ഹെഡ് എല്ലാവരെയും വാഴുന്നവനെന്നല്ല അതിൻ്റെ അർത്ഥം. അതാണ് ഭർത്താവ്. അപ്പൊ അവിടെ ഭാര്യ സബ്മിസീവ് ആകുന്നത് ക്രിസ്തുവിലെ സ്നേഹത്തിന്റെ ഒരു ഗുണമാണ്. ഭർത്താവ് സാക്രിഫൈസ് ചെയ്യുക. അപ്പോൾ ഒരു സബ്മിസീവ്നെസ്സും ഒരു സാക്രിഫൈസും കൂടെ ചേരുമ്പോൾ ആണ് അവിടെ സ്വർഗമുണ്ടാകുന്നത്. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. നിങ്ങൾ ഓർത്തോണം, നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് വളരെ വ്യത്യസ്തതയുണ്ട്. ആമേൻ. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത പല സ്വഭാവമുണ്ട്. ഇഷ്ടം നോക്കാതെ ഞാൻ സ്നേഹിക്കുന്നു. ആമേൻ. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ ആ പറയുന്നതിനെ കുറിച്ച് ആ ഭാഗം ഒരു പാട്ടായിട്ട് RS വിജയരാജ് എഴുതിയിട്ടുണ്ട്. സ്തോത്രം. അതെന്താന്ന് ചോദിച്ചാൽ, കുറവുകളൊന്നും നോക്കില്ല, അയോഗ്യതയൊന്നും നോക്കില്ല. എന്നാ കല്യാണം ആലോചിക്കാൻ പോയപ്പോൾ കൂടെ ആളെ കൊണ്ടുപോയി, മോളൊന്ന് നടന്നേ, കാലിന് വല്ല കുഴപ്പമുണ്ടോ നോക്കാൻ, മോളൊന്ന് വല്ലതും സംസാരിച്ച വിക്കുണ്ടോ നോക്കാനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അതിനൊക്കെ ആളെ കൊണ്ടുപോയാണ് മൊത്തം കറക്റ്റാണോന്ന്. എന്നാൽ ക്രിസ്തുവിലായി കഴിഞ്ഞപ്പോൾ ഇതാ പാട്ട്. എന്താണ്? കുറവുകളൊന്നും നോക്കില്ല, അയോഗ്യതയൊന്നും നോക്കില്ല, സഭയെ യേശു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കും ഞാൻ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ യേശുവിന്റെ സ്നേഹത്തെ കുറിച്ച് പറയാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. അപ്പൊ സ്നേഹം എന്ന് പറയുന്നത് ഒരു സാക്രിഫൈസ്. അവരൊക്കെ പറഞ്ഞിട്ട് എന്താണ്? എന്റെ ഇഷ്ടം നോക്കുന്ന സ്നേഹമല്ല. എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ. ഭർത്താവ് ഭാര്യയുടെ താടിയെ പിടിച്ചത് പാടുമ്പോൾ, പ്രിയയെ എന്ന് പറയുമ്പോൾ ഭാര്യ ഭർത്താവിനെ കെട്ടിപ്പിടിച്ചോണ്ട് എന്തോ പാടണം? എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കി. അങ്ങനെ ദൈവം ലോകത്തെ സ്നേഹിച്ചു. അതാണ് ആദ്യം പറഞ്ഞാൽ. പക്ഷെ സ്നേഹിച്ച എല്ലാവരിലും ദൈവം പ്രസാദിക്കുന്നില്ല. അതാണ് ഇന്നത്തെ വിഷയം. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. പ്രസാദം നമ്മളാ വരുത്തേണ്ടത്. അടുത്തിരിക്കുന്ന ആളിനെ നിങ്ങൾ പ്രസാദിപ്പിച്ചില്ലേലും ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. കർത്താവിനെ തൃപ്തി വരുത്തിയില്ലേലും സ്നേഹം കുറയത്തില്ല. സ്നേഹം കൂടുകയോ കുറയുകയോ ചെയ്യത്തില്ല. കര ഉയർത്തി നന്ദി പറഞ്ഞു. He still loves you. തള്ളി പറഞ്ഞേച്ചു പോയാൽ എന്ത് ചെയ്യും? തള്ളി പറഞ്ഞപ്പോഴും തള്ളിക്കളഞ്ഞതിൽ എന്നെ നീ ചൂടുള്ളൊരപ്പവും കുളിരിന ചൂടും പകർന്നുതൻ നിന്നിൽ നീ. അടുത്തിരിക്കുന്ന കർത്താവിന്റെ സ്നേഹം കളയാൻ നിങ്ങളെ കൊണ്ട് ഒരിക്കലും ഒക്കത്തില്ലെന്ന്. ഒന്നുകൂടെ കയ്യെ പിടിച്ചൊരു ഞെക്ക് കൊടുത്തിട്ട് പറയാം, എന്നാ വേണ്ടാധീനം കാണിച്ചാൽ നീ തള്ളിപ്പറഞ്ഞ് ചിട്ടേച്ച് ഓടിപ്പോയാൽ ഒരപ്പം കൂടെ നിനക്ക് തരും. നീ
പോകുന്ന വഴിക്ക് പാണ്ടി ലോറിയുടെ അടി കയറ്റത്തില്ല. കയ്യെ പിടിച്ച് പറഞ്ഞേ, പിന്മാറ്റത്തിൽ പോയാലും പോകുന്ന വഴിക്ക് പാണ്ടി ലോറിയുടെ അടി കയറ്റത്തില്ല. രോഗങ്ങൾ നിന്റെ തലമേലിടത്തില്ല. നീ പോയാൽ നിന്നെക്കുറിച്ചുള്ള ചിന്ത കൂടി വരും. നീ പോയാൽ നിനക്ക് വേണ്ടി സ്പെഷ്യൽ പൊന്മോതിരം, ചേട്ടന് കൊടുക്കാത്തൊരു പൊന്മോതിരം. ഹല്ലേലൂയ. ചേട്ടൻ പലതവണ നോട്ടമിട്ടിട്ടും വെട്ടാൻ പറ്റാഞ്ഞ ഒരു ഫുൾ കാള, മുഖത്ത് നോക്കി കഴിഞ്ഞാൽ ഒരു പ്ലേറ്റ് ബീഫ് കറി അല്ല നിനക്ക് വെച്ചിരിക്കുന്നത്, പറഞ്ഞാട്ടെ, ഒരു കാളയെ മുഴുവൻ. മാത്രമല്ല, എല്ലാവരും ഒരു ബീഫ് കറി കഴിക്കുമ്പോൾ നിനക്ക് വേണ്ടി സ്തോത്രം ഇവരെ എല്ലാം കൂടെ വിളിക്കും, ഇതേലടിക്കണം. സ്തോത്രം. അന്ന് മുടിയനായ പുത്രൻ്റെ അപ്പം പറയും, സഹോദര ഇത്ര ഐറ്റം അടിക്കാൻ പോരാ, സ്തോത്രം, എൻ്റെ മോൻ വരുന്നുണ്ട്, ഒരു 5-6 കൂടെ പിടിപ്പിച്ചു. ആമേൻ. കാരണം എൻ്റെ മോൻ വരുന്നുണ്ട്, പറഞ്ഞാട്ടെ, എൻ്റെ മോൻ വരുന്നുണ്ട്, എൻ്റെ മോൻ വരുന്നുണ്ട്, അവന് വേണ്ടി കൂടുതൽ. അതാണ് സ്നേഹം. പറഞ്ഞാട്ടെ, നിങ്ങളുടെ ഒരു പ്രവൃത്തിക്കും ദൈവത്തിന്റെ സ്നേഹത്തെ മാറ്റാൻ ഒക്കത്തില്ലെന്ന് പറഞ്ഞാട്ടെ. തള്ളിപ്പറഞ്ഞപ്പോഴും തള്ളിക്കളഞ്ഞതിൽ എന്നെ നീയോ ചൂടുള്ളൊരപ്പവും കുളിരിനാ ചൂടും പകർന്നു തൻ എന്നിൽ നീ എത്ര ദൂരം നിന്നെ വിട്ടോടി ഞാൻ അത്ര നമ്മളങ്ങനെ കർത്താവിനെ വിട്ട് പാപ വഴികളിൽ ഓടിയാൽ പിശാചിന്റെ കൈ ചെന്ന് പെട്ട് നിത്യ നരകം വരെ അവൻ കൊണ്ടുപോകുമ്പോൾ എൻ്റെ കർത്താവ്, ആമേൻ, ഒരു മകൻ താന്തോന്നിയായി നടന്ന് അവനെ പോലീസ് പിടിച്ച് ജയിലിലിടുമ്പോൾ, ചെയ്യല്ലേ മോനെ, പുറകെ പോയി അവനെ വിടുവിക്കാൻ നോക്കിയിട്ടും അവൻ താന്തോന്നിയായിട്ട് ഒടുവിൽ അവിടെ ചെന്ന് പെട്ടാൽ ഒരപ്പൻ്റെ ചങ്കു പൊട്ടു ഒരമ്മ അവനെ പിടിച്ച് ജയിലിലിട്ടേക്കാൻ പറയുമോ? പറയത്തില്ല. ഒരമ്മ തൻ്റെ കുഞ്ഞിനെ കൈവിട്ടാലും, അമ്മ അപ്പൻ എന്നൊക്കെ പറയുന്നത് ദൈവത്തിൻ്റെ സ്വഭാവ ഗുണങ്ങളിൽ ഒരു ചെറിയ അംശം ഭൂമി വെച്ചെന്നേ ഉള്ളൂ. അതിൻ്റെ പൂർണ്ണതയാണ് ദൈവം. God is love. ആമേൻ. അപ്പൊ ഇന്നത്തെ നമ്മുടെ വചന ശുശ്രൂഷയുടെ ടൈറ്റിൽ ഇതാണ്, കർത്താവ് നിന്നിൽ തൃപ്തി അടയട്ടെ. മോത്തോക്കി പറഞ്ഞു, നിന്നിൽ പ്രസാദിക്കട്ടെ. ആമേൻ. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. അപ്പൊ കർത്താവിന്റെ സ്നേഹം ഇനി കൂടത്തുമില്ല, കുറയത്തുമില്ല. ദാറ്റ്സ് അൺചേഞ്ചിങ് ലവ്. കര ഉയർത്തി നന്ദി പറഞ്ഞാൽ, കർത്താവിന്റെ സ്നേഹത്തിനൊരു നന്ദി പറഞ്ഞാൽ, ഈ നമ്മൾ വിശ്വസിക്കുന്നു എന്ന് പറയത്തില്ല. എന്തോ ഈ വിശ്വസിക്കുന്നു? അവൻ എന്നെ സ്നേഹിക്കുന്നെന്നാ ഞാൻ വിശ്വസിക്കുന്നു. അതായത് വിശ്വാസമൊന്നും. ആ പുള്ളിക്ക് ഭയങ്കര വിശ്വാസം കേട്ടോ, അയാളുടെ കഴിവല്ല. എന്നെ ദൈവം കൈവിടത്തില്ല, വാക്ക് മാറത്തില്ല. എൻ്റെ ജീവിത രീതികളിൽ കുറെ മാറ്റം വന്നാലും അവൻ എന്നെ തള്ളിക്കളയത്തില്ല. അതിലുള്ള ട്രസ്റ്റിന്റെ പേരാ വിശ്വാസം. കർത്താവിന്റെ സ്വഭാവത്തിൽ ഞാൻ ആശ്രയിക്കുന്നതിന്റെ പേരാണ് വിശ്വാസം. ആകാശം മാറിയാലും ഭൂമി മാറിയാലും ലോകം മുഴുവൻ മാറിയാലും എൻ്റെ അപ്പ എന്നെ ഒരിക്കലും കൈവിടത്തില്ല. നമുക്ക് കർത്താവിൻ്റെ അതുകൊണ്ടൊന്ന് കൈ ഉയർത്തി, ഐ ബിലീവ് യു ജീസസ് എന്ന്. ആമേൻ. കർത്താവ് എല്ലാവരെയും സ്നേഹിക്കുന്നു, മുഴു ലോകത്തെ സ്നേഹിക്കുന്നു, നമ്മളെ സ്നേഹിക്കുന്നു. നമ്മളെ കൂടുതലും അവരെ കുറച്ചും സ്നേഹിക്കുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർക്കും നമുക്കും എല്ലാം വേണ്ടി സ്വർഗത്തിലെ ഏറ്റവും വിലപ്പെട്ടതിനെ യാഗമാക്കിയെങ്കിൽ 800 കോടി ജനങ്ങളെയും അവനൊരുപോലെ സ്നേഹിക്കുന്നു. കരമുയർത്തി നമുക്ക് നന്ദി പറയാം. ആമേൻ. ഈ ഇത്രയും സ്നേഹിച്ച കർത്താവിന് വേണ്ടി ഞാൻ ചെയ്യേണ്ടതാണ് അവനെ പ്രസാദിപ്പിക്കണം. അതാണ് നമ്മൾ വായിച്ച വാക്യം. നമുക്ക് വായിക്കാം.
എഫേസ്യ ലേഖനം 5:9 കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചോണ്ട്. ഞാൻ വിദേശത്തൊക്കെ പോകുമ്പോൾ, എവിടെയെങ്കിലും പോകുമ്പോൾ, ഇപ്പം അങ്ങനെ പിള്ളേർക്കൊന്നും അവർക്ക് ഓരോന്നും നോക്കി മേടിച്ചോണ്ടെന്നൊക്കെ വരുന്ന പ്രായം കഴിഞ്ഞു. അല്ലെങ്കിൽ എൻ്റെ ഭാര്യയ്ക്ക് ഇവിടെ കയറുമ്പോൾ എന്നാ മേടിക്കാൻ കൊള്ളാം, കെസിയായിക്ക് എന്താ മേടിക്കാൻ കൊള്ളാം, പരിശോധിക്കും ഞാൻ. എങ്ങനെ നാട്ടിൽ വരുമ്പോൾ അവരുടെ മുഖം ഒന്ന് ചിരിപ്പിക്കാം. ഈ കർത്താവിനെ തിരിച്ച് സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്ന മക്കൾ അവനെ പ്രസാദിപ്പിക്കണം. ഞാൻ വീണ്ടും പറയാം, കർത്താവ് എല്ലാവരെയും സ്നേഹിക്കുന്നു, പക്ഷെ എല്ലാവരിലും പ്രസാദിക്കുന്നില്ല. അല്ലെ, നമ്മുടെ എല്ലാ കാര്യങ്ങളും പ്രസാദിക്കുന്നില്ല. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് പൂർണ്ണ പ്രസാദം എന്നിൽ ദൈവത്തിനുണ്ടാകണം? ഇത്രയും എന്നെ സ്നേഹിച്ച കർത്താവിന് എന്നിലൊരു പൂർണ്ണ പ്രസാദം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരെന്ന് കൈ ഉയർത്തി. അതിന് നമുക്ക് കഴിവില്ല കേട്ടോ, ആഗ്രഹിക്കാൻ പറ്റും. ആഗ്രഹിക്കുന്നെന്ന് പറഞ്ഞവർ കൈ ഉയർത്തി പിടിച്ചാൽ ആ പൂർണ്ണ പ്രസാദം കൊടുക്കാൻ തക്ക ശക്തി ദൈവം എനിക്ക് നിങ്ങൾക്കും തരും. ആ ശക്തിയുടെ പേരാണ് പരിശുദ്ധാത്മാവ്. ഞാൻ എത്ര ശ്രമിച്ചാലും ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡിൽ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ഒരു മനുഷ്യനെ എന്നെ കൊണ്ടൊക്കത്തില്ല. പക്ഷേ ഞാൻ നിനക്ക് എന്ത് ചെയ്യും, എന്തു ഞാൻ പകരം നൽകും എന്നൊരു പാട്ടുണ്ടല്ലോ, ആ പാട്ടൊന്ന് പാടാമോ? എന്തു ഞാൻ പകരം നൽകും, കരമുയർത്തി നീ കരുതും കരുതലീന യേശുവേ നീ ഓർത്തതിന എന്നെ നീ മാനിച്ചതിന എന്തു ഞാൻ പകരം നൽകും, നീ കരുതും കരുതലീന യേശുവേ നീ ഓർത്തതിന എന്നെ നീ മാനിച്ചതിന എൻ രക്ഷയായ ദൈവം, എന്നുയർച്ചയായ ദൈവം, നിൻ സൗമ്യത എന്നെ വലിയവനാക്കി. എന്നെ മാനിക്കുന്ന ദൈവം, എന്നെ വഴി നടത്തും ദൈവം, നിൻ ശ്രേഷ്ഠത എന്നെ ഉന്നതനാക്കി. എന്തു ഞാൻ പകരം നൽകും, കരമുയർത്തി നീ Oh my Lord, thank you Jesus. യേശുവേ നീ ഓർത്തതിന. ഇന്ന് ദൈവമക്കൾ ചിലത് പ്രാപിക്കുമ്പോൾ കർത്താവിന് തൃപ്തിയാവും. ഇന്ന് രോഗശാന്തി പ്രാപിക്കുമ്പോൾ കർത്താവിന് തൃപ്തിയാവും. ദാരിദ്ര്യം മാറുമ്പോൾ കർത്താവിന് തൃപ്തിയാവും. അതാണ് തൃപ്തി. ഒരമ്മ കഷ്ടപ്പെട്ട് രാവിലെ ഉണ്ടാക്കി വെച്ച ഒരു ബ്രേക്ക്ഫാസ്റ്റ് മക്കൾ വന്നിട്ട് കഴിക്കാതെ പോയാൽ അമ്മയ്ക്ക് തൃപ്തിയില്ല. എൻ്റെ കർത്താവ് ക്രൂശിൽ അടിയേറ്റ് നേടിയ, അടിപ്പിണരാൽ നേടിയ സൗഖ്യം, എൻ്റെ കർത്താവ് വില കൊടുത്ത് വാങ്ങിയ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, എൻ്റെ കർത്താവ് ദരിദ്രനായി നിനക്ക് തന്ന സമ്പന്നത നീ അനുഭവിക്കുന്ന കാണുമ്പം തൃപ്തിയായി. നക്കാരം അടിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. നിന്റെ ദാരിദ്ര്യം മാറുമ്പോൾ, നിന്റെ രോഗം മാറുമ്പോൾ, നിന്റെ ബന്ധനം അഴിയുമ്പോൾ, നീ ആത്മാവിൽ നിറയുമ്പോൾ, നീ പ്രവചിക്കുമ്പോൾ, അന്യഭാഷ പറയുമ്പോൾ, ഞാൻ ഭൂമി പോയതും കഷ്ടപ്പെട്ടതും അടികൊണ്ടതും ഇതിനു വേണ്ടിയായിരുന്നു. എൻ്റെ മക്കൾ അനുഭവിക്കുന്നല്ലോ. ഇന്ന് പകൽ രോഗസൗഖ്യം ഇവിടെ ഉണ്ടാവും. ഇന്ന് പകൽ ബന്ധനങ്ങൾ ഇവിടെ അഴിയും. ഇന്ന് പകൽ വർഷങ്ങളായ തലവേദനയുടെ കെട്ടുകൾ പൊട്ടിമാറും. ഇന്ന് പകൽ ഇനി വാതിൽ തുറക്കത്തില്ല എന്ന് കരുതിയത് ആത്മനിറവോടെ ഇന്നിവിടെ ഇറങ്ങുമ്പോൾ നിന്റെ മുമ്പിൽ, പത്രോസിന്റെ മുമ്പിൽ വാതിൽ തുറന്ന പോലെ ദൈവദൂതൻ നിന്റെ കൂടെ നിന്ന് നീ ചെല്ലുമ്പോൾ നിന്റെ മുമ്പിലെ പല വാതിലുകൾ ഒന്നിനു പുറകെ ഒന്നായി തുറക്കുന്ന അനുഭവം, അത് കാണുമ്പോൾ എൻ്റെ കർത്താവിന് തൃപ്തിയാവും. ഞാൻ
ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് എൻ്റെ കർത്താവിൻ്റെ വിലാപ്പുറത്തും 2 കൈകളിലും കാലിലും ആണിപ്പഴുതുകളുണ്ടെങ്കിൽ ആ ആണിപ്പഴുതിൽ ഇപ്പോഴും വേദനയുണ്ടെന്ന്. ആ വേദന മാറുന്നത് എപ്പോഴാന്ന് ഞാൻ പറയാം. നീ അടിപ്പിണരാൽ സൗഖ്യം പ്രാപിക്കുമ്പോൾ, അവന്റെ വേദന മാറുന്നപ്പോഴാണ്. നിന്റെ പ്രഷർ സൗഖ്യമാകുമ്പോൾ, നിന്റെ മെന്റൽ പ്രോബ്ലം വിട്ടുമാറുമ്പോൾ, നിന്റെ സാമ്പത്തിക വിടുതൽ സംഭവിക്കുമ്പോൾ, അത്ഭുതം നടക്കുമ്പോൾ, നീ അത് പിടിച്ചെടുക്കുമ്പോൾ, പ്രാപിച്ചെടുക്കുമ്പോൾ, നീ അത് എടുത്ത് കഴിക്കുമ്പോൾ, നീ മേശയിൽ ഒരു ബഫറ്റ് ടേബിളിൽ സകലം ഒരുക്കി വെച്ചിരിക്കുന്ന പോലെ എന്റെ കർത്താവ് ക്രൂസിലൂടെ കടന്നുപോയി നേടിയെടുത്തൊരു മേശയിൽ വെച്ചിരിക്കുക. അതാരും എന്റെ വായിൽ കൊണ്ട് വെച്ചു തരത്തില്ല. ആ രക്തസ്രവക്കാരി സ്ത്രീയെ പോലെ എന്റെ വഴിയെ വന്നിരിക്കുക. ഇന്ന് സൗഖ്യം നീ പിടിച്ചെടുക്കുമ്പോൾ, ഇന്ന് വിടുതൽ നീ പിടിച്ചെടുക്കുമ്പോൾ, ഇന്ന് ജയം നീ പിടിച്ചെടുക്കുമ്പോൾ കർത്താവിന് തൃപ്തിയാകും. കരം അടിച്ച് ആർപ്പോടെ കർത്താവിനെ സ്തുതിക്കാം. കർത്താവെ, നീ എന്താ വിടുവിക്കാത്ത എന്ന് ദൈവമക്കൾ ചോദിക്കുമ്പോൾ കർത്താവ് ചോദിക്കുക, നീ എന്താ എടുത്ത് കഴിക്കാത്ത? രക്തസ്രവക്കാരി സ്ത്രീ വിടുതൽ പ്രാപിക്കാൻ പോയ ആ ദിവസം പലരും ഉണ്ടായിരുന്നു. പല സഹോദരിമാരും പറഞ്ഞു കാണും, എനിക്ക് മാത്രം വിടുതൽ കിട്ടിയില്ലെന്ന്. ഉടനെ രക്തസ്രവക്കാരി പറയും, എനിക്കും കിട്ടിയില്ല, പക്ഷെ ഞാൻ പിടിച്ചെടുത്തു. എനിക്കും കിട്ടിയില്ല, ഞാൻ പിടിച്ചെടുത്തു. ചില വിശ്വാസികൾ പറയുന്ന കേൾക്കുമ്പോൾ എനിക്ക് ഭാരം വരും. ബ്രദറെ, എൻ്റെ വീടിനെതിരെ ആരോ ചെയ്തിരിക്കായിരിക്കും, പക്ഷെ അത് ബാധിക്കണോ വേണ്ടെന്ന് ഞാനാ തീരുമാനം. അടുത്തിരിക്കുന്ന മന്ത്രവാദിയല്ല തീരുമാനിക്കുന്നത്. പറഞ്ഞാട്ടെ. കാൽവരി ക്രൂശിൽ എന്റെ കർത്താവ് സാത്താന്റെ തലയെ ചവിട്ടി എന്ന് പറഞ്ഞ എന്താ? ഇനി അവന് തലയില്ലെന്നാണോ? ആണോ? നിനക്ക് അവനെ ആയുധവർഗം വെപ്പിച്ചെന്ന് പറഞ്ഞ എന്തോ അതിന്റെ അർത്ഥം? നിന്റെ മേൽ അവന്റെ ആയുധം നിന്റെ പാപവും നിന്റെ കുറ്റബോധവും. എന്തായിരുന്നു അവന്റെ ആയുധം? നിന്റെ പാപവും നിന്റെ കുറ്റബോധവും. എന്നാൽ യേശു പാപം എടുത്തു, കുറ്റവും വഹിച്ചു. ഇനി നിന്റെ മേൽ ചൂണ്ടാൻ അവന്റെ ചൂണ്ടുവരലാണ് കർത്താവ് വെട്ടിക്കളഞ്ഞത്. എപ്പോഴും പിശാചിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം ചൂണ്ടുവരലിന്റെ സ്ഥാനത്ത് അവൻ കമ്പ് വെച്ച് കെട്ടിയിരിക്കുക. പറ, നിന്റെ നേരെ ചൂണ്ടുന്ന ചൂണ്ടുവരൽ. ഒരു ദൈവവചനത്തിന്റെ നേരെ ചൂണ്ടാൻ അവന് വിരലില്ല, അവൻ കമ്പ് വെച്ച് കെട്ടിയിരിക്കുക. എന്തിന്? ലോകത്തിലെ 800 കോടി ജനത്തിന്റെ നേരെ ചൂണ്ടാൻ വരലില്ല. യേശുവിന്റെ നാമത്തിൽ ഇറങ്ങടാ പുറത്ത്. പറ, ഇറങ്ങടാ പുറത്ത്. എന്മേലോ, പറ, എന്റെ ഭവനത്തിലോ നിനക്കൊരധികാരമില്ല. പ്രസംഗം മറക്കരുത്. അങ്ങനെ നമ്മൾ പിടിച്ചെടുക്കുമ്പോൾ കർത്താവിന് തൃപ്തി വരുന്ന. കയ്യെ പിടിച്ചു പറ. അമ്മച്ചി ഉണ്ടാക്കി വെച്ച മുഴുവൻ വിഭവങ്ങളും മക്കളെ എടുത്ത് കഴിക്കുമ്പോൾ അമ്മച്ചിക്ക് ഭയങ്കര തൃപ്തിയാ. എൻ്റെ കർത്താവിൻ്റെ ആ മുറിവിൻ്റെ ആ വേദന മാറേണ്ടത് എൻ്റെ കർത്താവെ വിടുവിക്കാത്തത് എന്താന്നല്ല, കർത്താവെ ഞങ്ങൾ ഏറ്റു. സുറോഫോനുഷ്യ ജാതിയിൽപ്പെട്ട സ്ത്രീയെ പോലെ ആമേൻ, നീ എൻ്റെ പുരയ്ക്കകത്ത് പോലും വരണ്ട, അവിടുന്ന് വാക്ക് കൽപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞ് അവിടെ നിർത്തി വിടുതൽ ഏറ്റെടുത്തവനെ പോലെ ഇന്ന് പകൽ നിന്റെ വായിൽ നീ അത് പ്രാപിക്കണം. കർത്താവെ വിടുവിക്കാത്തത് എന്താന്ന് ചോദിക്കരുത്. വിടുതൽ ഞാൻ പിടിച്ചെടുക്കുക. കാര്യം അടിച്ച് ആർപ്പോടെ കർത്താവിനെ സ്തുതിക്കാം.